ഹരിയാനയിലെ സ്കൂളുകളിൽ ഗുഡ് മോർണിംഗിന് പകരം ജയ് ഹിന്ദ് ഉപയോഗിക്കാൻ നിർദ്ദേശം. പരമ്പരാഗത ആശംസകൾ കൈമാറലിന് ജയ് ഹിന്ദ് ഉപയോഗിക്കാൻ സർക്കാർ ഉത്തരവ്. ഓഗസ്റ്റ് 15 മുതൽ മാറ്റം പ്രാബല്യത്തിലെത്തും. ഗൗതം അനന്തനാരായൺ വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഗൗതം, സ്വാതന്ത്ര്യദിനം മുതൽ വലിയൊരു മാറ്റത്തിന് ഒരുങ്ങുകയാണ് സംസ്ഥാനം. ഹരിയാന സർക്കാരിന്റെ പുതിയ തീരുമാനമാണിത്. സ്കൂളുകളിൽ രാവിലെ ഒരു പ്രവൃത്തി ദിവസം തുടങ്ങുമ്പോൾ ആശംസകൾ കൈമാറേണ്ടത് ഈ രീതിയിൽ ജയ് ഹിന്ദ് വിളിച്ചുകൊണ്ടാകണം എന്നതാണ് സർക്കാരിന്റെ പുതിയ തീരുമാനം. ഇത് സംബന്ധിച്ചുള്ള സർക്കുലർ വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകൾക്ക് അയച്ചു കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ നമുക്കറിയാം, സാധാരണ സ്കൂളുകളിൽ ഗുഡ് മോർണിംഗ് ആശംസ നേർന്നുകൊണ്ടാണ് അധ്യാപകരും വിദ്യാർത്ഥികളും ഒരു ദിവസത്തെ അവരുടെ പ്രവൃത്തി ദിനം ആരംഭിക്കുന്നതെങ്കിൽ ഹരിയാന അതിൽ വ്യത്യസ്തമായി മറ്റൊരു ദേശീയ നിലപാട് അതിനകത്ത് സ്വീകരിക്കുകയാണ്. ഇനി മുതൽ, അതായത് ഓഗസ്റ്റ് 15 തീയതി മറ്റന്നാൾ മുതൽ സ്കൂളുകളിൽ ഓരോ ദിവസവും ക്ലാസുകൾ ആരംഭിക്കുന്നത് ജയ് ഹിന്ദ് വിളിച്ചുകൊണ്ടാകും. നേരത്തെയും മറ്റൊരു നിർണായക തീരുമാനം ഹരിയാനയിലെ BJP സർക്കാർ എടുത്തത് 6ാം ക്ലാസ് മുതൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഭഗവത്ഗീത പഠനം നിർബന്ധമാക്കിയിരുന്നു. അത് മനോഹർലാൽ ഖട്ടറിന്റെ നേതൃത്വത്തിലുള്ള BJP സർക്കാരാണ് അന്ന് ആ തീരുമാനമെടുത്തത്. ഇപ്പോൾ നമുക്കറിയാം, നവാബ് സൈനിയാണ് ഹരിയാനയുടെ മുഖ്യമന്ത്രി. BJP ഭരണം തന്നെയാണ് ഹരിയാനയിലുള്ളത്. ഇപ്പോൾ സൈനിയുടെ സർക്കാരാണ് ഇത്തരത്തിൽ ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട്, കാരണം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിലാണ് ജയ് ഹിന്ദ് സ്വാതന്ത്ര്യ സമര സേനാനികൾ വിളിച്ചത്. പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ പരസ്പരം അവരുടെ ആശയ കൈമാറ്റമാണ് ഈ ജയ് ഹിന്ദിലൂടെ നടത്തിയിരുന്നത്. അതാണിപ്പോൾ ഹരിയാനയിലെ സ്കൂളുകളിൽ നിർബന്ധമാക്കുന്നത്. തീർച്ചയായും ഗൗതം ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ ഇനി ജയ് ഹിന്ദ് പരസ്പരം കൈമാറി വേണം ഇനി സ്കൂളുകളിൽ നടപ്പിലാക്കാൻ, അല്ലെങ്കിൽ ആശംസകൾ കൈമാറാൻ എന്ന നിർദ്ദേശം അത് ഹരിയാനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. കൃത്യമായി അതിനുള്ള ഇൻസ്ട്രക്ഷൻ, അതിനുള്ള നിർദ്ദേശം ഹരിയാന വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കൈമാറിയിരിക്കുന്നത് സർക്കുലറായി ഇറങ്ങിയിട്ടുമുണ്ട്. അംബാല ഡിസ്ട്രിക്ട് എലിമെന്ററി എഡ്യൂക്കേഷൻ ഓഫീസർ ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ദേശീയ വാർത്താ ഏജൻസിയോട് ഈ വിഷയം ഇപ്രകാരമുള്ള ഒരു നിർദ്ദേശം വന്നു കഴിഞ്ഞു, അത് നിർബന്ധമായും ഹരിയാനയിലെ സ്കൂളുകളിൽ നടപ്പിലാക്കും എന്നതും. BJP സർക്കാരാണ് ഹരിയാനയിലുള്ളത്. ഗൗതം, ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി പ്രാവർത്തികമാക്കാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുമോ? അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് കാരണം നിലവിൽ ദേശീയ തലത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നത് BJPയുടെ സർക്കാരാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ധാരാളം ഇത്തരം സംഭവങ്ങൾ, അതായത് അധിനിവേശത്തിന്റെ അടയാളങ്ങൾ മായ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ധാരാളം പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് കർത്തവ്യ പത്ത് എന്നത്, ജൻപത്ത് എന്നത് കർത്തവ്യ പത്തായി മാറിയത് നമുക്കറിയാം. ബ്രിട്ടീഷുകാർ ഇട്ട പേരായിരുന്നു കർത്തവ്യ പത്തിന് മുൻപുണ്ടായിരുന്ന സ്ഥലത്തിന്റെ പേര്. അത് പിന്നീട് കർത്തവ്യ പത്തായി മാറി. ഒപ്പം നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ സ്തൂപം ഇന്ത്യ ഗേറ്റിന് സമീപത്ത് സ്ഥാപിച്ചത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചിട്ടുള്ള പാർലമെന്റ് മന്ദിരം ഒഴിവാക്കി പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിച്ചത്. അങ്ങനെ ഈ അപമാനത്തിന്റെ അടയാളങ്ങൾ പൂർണ്ണമായും നമ്മുടെ രാജ്യത്ത് നിന്നും ഒഴിവാക്കണമെന്ന നിർദ്ദേശം ദേശീയ തലത്തിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാരിനുണ്ട്, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ട് കൂടിയാണ് ഓരോരോ പരിഷ്കാരങ്ങൾ സ്കൂൾ തലങ്ങളിൽ മുതൽ ഈ BJP സർക്കാരുകൾ നടപ്പാക്കി വരുന്നത്. UP യിൽ നമുക്കറിയാം ധാരാളം സ്ഥലങ്ങളുടെ, പ്രത്യേകിച്ച് ഇസ്ലാമിക അധിനിവേശ ശക്തികൾ നാമകരണം ചെയ്ത പല പുരാണ ഹിന്ദു നഗരങ്ങളുണ്ട്. ആ നഗരങ്ങളുടെ എല്ലാം പേരുകൾ പിന്നീട് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും എന്താണോ പറഞ്ഞിട്ടുള്ളത് അതേ പേരുകൾ തന്നെ തിരിച്ച് കൊണ്ടുവരുന്ന ഒരു പ്രവണത UP യിൽ നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഹരിയാനയിൽ ഇത്തരത്തിൽ ഗുഡ് മോർണിംഗ് മാറ്റി ജയ് ഹിന്ദ് വരുന്നു. ഒപ്പം ഭഗവത്ഗീത പോലെയുള്ള കാര്യങ്ങൾ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ തന്നെ ഉൾപ്പെടുത്തുന്നു. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവമായി അല്ല നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ ഈ അധിനിവേശവുമായി ബന്ധപ്പെട്ടുള്ള അടയാളങ്ങളെ മാറ്റുക എന്നൊരു ലക്ഷ്യം BJP സർക്കാരിന് ദേശീയ തലത്തിൽ തന്നെയുണ്ട്. അതിന്റെ ഭാഗമാണ് ഇത്തരം സംഭവങ്ങൾ.